ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഉണ്ണിമാഷാണ്. +1 സയൻസ് ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടി. കെമിസ്ട്രി പഠിക്കാൻ തയ്യാറായിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം. നമ്മൾ നമ്മുടെ വിഷയത്തിൻ്റെ ആ ഒരു അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞു. +1 കെമിസ്ട്രീൻ്റെ അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞു. ഒന്നാമത്തെ ചാപ്റ്റർ നമുക്കറിയാം, 2 വോളിയായിട്ടാണ് കെമിസ്ട്രി ഈ വർഷം പഠിക്കാനുള്ളത്. ഒന്നാമത്തെ വോളിയത്തിൽ 7 ചാപ്റ്ററാണുള്ളത്. രണ്ടാമത്തെ വോളിയത്തിലും 7 ചാപ്റ്ററാണുള്ളത്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സം ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി. അതിനെക്കുറിച്ചാണ് മാഷിപ്പം പറയാൻ പോകുന്നത്. എന്താണത്? ചില അടിസ്ഥാന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ, അല്ലേ? കെമിസ്ട്രിയിലുള്ള ചില അടിസ്ഥാന ആശയങ്ങളാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ മോൾ, മോളിക്യൂൾ, അവഗാഡ്രോ നമ്പർ, ഇല്ലേ, മോളിക്കുലാർ മാസ്, ഗ്രാം അറ്റോമിക് മാസ്, ഗ്രാം മോളിക്കുലാർ മാസ്, അവ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട അറിവുകളാണ്. ബേസിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് തുടർന്ന് അങ്ങോട്ടുള്ള പല അധ്യായങ്ങളിലും ടോപ്പിക്കുകളിലും ഇത് നമുക്ക് നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് അടിത്തറ നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് 10th നിങ്ങൾ പഠിച്ച ആ ഒരു ചാപ്റ്റർ, അതായത് അതിൻ്റെ ഭാഗം 1. മാഷ് 10th എന്ന് പറയുമ്പോൾ കൂടുതലും SLC 10th ഉദ്ദേശിക്കുന്നത്. കേരള SLC ആണ്. കാരണം 99% കുട്ടികളും കേരള SLC കഴിഞ്ഞവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. മലയാളം മീഡിയത്തിലേക്ക് കൂടി കഴിഞ്ഞ SCRT സിലബസ് പഠിച്ച കുട്ടികളാണ്. അപ്പോൾ അവരെയാണ് കൂടുതലായിട്ടും എയിം ചെയ്യുന്നത്, പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ 10th ഭാഗം 1 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പനമാണ്. അതിൻ്റെ രണ്ടാം പകുതി എന്ന് പറഞ്ഞാൽ മോൾ സങ്കല്പനമാണ്, അല്ലേ? അറ്റോമിക് മാസും മറ്റുള്ള തുടർന്നുള്ള മോളും അവഗാഡ്രോ നമ്പറൊക്കെയാണ് അതിൽ പറയുന്നത്. അതൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോട് കൂടി നിങ്ങൾ വന്നവരായതുകൊണ്ട് തന്നെ എല്ലാം ചെയ്തതായതുകൊണ്ട് ഒന്ന് റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് എന്തൊക്കെയാണ് പഠിച്ചത് നമുക്ക് നോക്കാം. റെഡി? അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ പകുതിക്ക് ഇതാണ് ഞാൻ മാഷ് പറയുന്നത്, ആപേക്ഷിക അറ്റോമിക് മാസ്. നമ്മളിപ്പോൾ ഒരു ചാർട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് അങ്ങനെ കണ്ടാണ്. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1, ഹീലിയത്തിൻ്റെ 4, സോഡിയത്തിൻ്റെ 23 എന്നൊക്കെ പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഹൈഡ്രജൻ്റെയോ ഹീലിയത്തിൻ്റെയോ അറ്റോമിക് മാസ് യഥാർത്ഥ ഭാരമാണോ? അല്ല, അല്ലേ? ഇവയൊക്കെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പോലും വെച്ച് കാണാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇവിടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആധുനിക ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ഹൈഡ്രജൻ്റെ ആറ്റത്തിൻ്റെ മാസ് 1.6 1.67 × 10⁻⁻24 ഗ്രാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വളരെ 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 കുറഞ്ഞ ഒരു സംഖ്യയാണ്, അല്ലേ? ഒരു അളവാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനും നമുക്ക് ഇത് വെച്ചുകൊണ്ടുള്ള നമുക്ക് കണക്കുകൾ ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ചെറിയ മാസ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റിലേറ്റീവ് അറ്റോമിക് മാസ് അഥവാ ആപേക്ഷിക മാസ് രീതിയാണ് ഉപയോഗിക്കുന്നത്. എന്താണത്? ഒരാളുടെ വെയിറ്റ് നോക്കിക്കൊണ്ട്, ഒരാളുടെ വെയിറ്റ് കൊണ്ട് അതിൻ്റെ എത്ര മടങ്ങാണ് മറ്റേ ആൾ എന്ന് നോക്കുന്നു. നമ്മളങ്ങനെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ചെയ്യാറുണ്ടല്ലോ, അല്ലേ? അപ്പോൾ അതേമാതിരി നമ്മൾ പല ഉദാഹരണങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കാർബണിനെ നമ്മൾ ഒരു അടിസ്ഥാന ആറ്റമായിട്ട് എടുക്കുന്നു. കാർബൺ 12 ആണ് അതിൻ്റെ ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ആകത്തുക എന്ന് പറഞ്ഞാൽ, അല്ലേ? മാസ് നമ്പർ 12 അല്ലേ? അപ്പോൾ ആ മാസ് നമ്പർ 12 കാർബൺ ആറ്റത്തിൻ്റെ മാസ് 12 AMU അറ്റോമിക് മാസ് യൂണിറ്റ് ആണെന്ന് കരുതുന്നു. ഈ 12 കാർബൺ ആറ്റത്തിൻ്റെ മാസിന് ആയുള്ള 12 എത്ര മടങ്ങാണ് മറ്റുള്ള ആറ്റത്തിൻ്റെ മാസ് എന്ന് കണക്കൂട്ടുന്നു. അതാണ് ആപേക്ഷിക അറ്റോമിക് മാസ്. അങ്ങനെയാണ് ഹൈഡ്രജൻ്റെത് 1, ഹീലിയത്തിൻ്റെ 4, സോഡിയത്തിൻ്റെതും 23 ഒക്കെ വരുന്നത്. അപ്പോൾ തുടർന്ന് നമുക്ക് ഇക്കൊല്ലം കൂടുതൽ അത് വിശദമായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഈ അറ്റോമിക് മാസ് തന്നെ ഗ്രാമിൽ പ്രസ്താവിക്കുന്നു. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഗ്രാം അറ്റോമിക് മാസ്. ഇപ്പോൾ കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 അല്ലേ? 12 AMU എന്ന് കൃത്യമായിട്ട് പറയാം, അല്ലേ? അറ്റോമിക് മാസ് യൂണിറ്റിലെ 12 ഗ്രാം കൃത്യമായി ഞാൻ കാർബൺ തൂക്കിയെടുക്കുന്നു, കാർബൺ ആറ്റങ്ങൾ. അതിനെ പറയുന്ന പേര് 1 ഗ്രാം അറ്റോമിക് മാസ് എന്നുള്ളതാണ്.
1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 1 GAM എന്ന് ചുരുക്കി പഠിച്ചിട്ടുണ്ട് അല്ലേ. അതേമാതിരി ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 അല്ലേ. അപ്പോൾ 16 ഗ്രാം ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആറ്റങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവ പറയുന്ന പേരാണ് 1 GAM ഓക്സിജൻ എന്നുള്ളത്. മറ്റൊന്ന് പഠിച്ചിട്ടുണ്ട്, ഏത് മൂലകങ്ങളുടെയും മൂലകം എന്ന് പറഞ്ഞാൽ എലമെൻറ്റ് അല്ലേ, ഏത് മൂലകങ്ങളുടെയും അറ്റോമിക് മാസിന് തുല്യമായിട്ട് ഉള്ള ഗ്രാം സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിനെ 1 GAM എന്ന് പറയും. അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുന്ന അവഗാഡ്രോ നമ്പർ അഥവാ ആ അളവിനെ പറയുന്ന പേര് 1 മോൾ എന്നാണ് അല്ലേ. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 ആണ്, എണ്ണമാണ്. അതേമാതിരി 1 മോൾ എന്ന് പറഞ്ഞാൽ ഈ എണ്ണം ആണ് അല്ലേ. ഓക്കെ, 1 മോൾ ആറ്റങ്ങൾ പറയുമ്പോൾ 1 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 GAM ഹൈഡ്രജൻ, അതിൽ 6.022 10⁻23 എണ്ണം ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും, അത് 1 മോൾ. 12 ഗ്രാം കാർബൺ 1 GAM കാർബൺ, അതിലും ഇതേ എണ്ണം കാർബൺ ആറ്റം ഉണ്ടാവും. 14 ഗ്രാം നൈട്രജൻ, അതും 1 GAM നൈട്രജൻ, അതിലും 1 മോൾ വീതം നൈട്രജൻ ആറ്റം ഉണ്ടാവും. അപ്പോൾ ഈ 1 ഗ്രാം ഹൈഡ്രജൻ, 12 ഗ്രാം കാർബൺ, 14 ഗ്രാം നൈട്രജൻ അവയൊക്കെ ഒരേ വെയിറ്റാണോ ഉണ്ടാവുക? അല്ല, വെയിറ്റ് വ്യത്യസ്തമായിരിക്കും. പക്ഷെ അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ 20 മാങ്ങ, 20 ചക്ക, 20 തേങ്ങ എടുക്കുമ്പോൾ ഓരോന്നിനും വെയിറ്റ് വ്യത്യസ്തമല്ലേ. പക്ഷെ അവയിലൊക്കെ ഉള്ള എണ്ണം സെയിം അല്ലേ, 20 അല്ലേ. അങ്ങനെ ആണ് നമ്മൾ ഇവിടെയും കാണേണ്ടത്. ഇനി നമ്മൾ ആറ്റത്തിനെ വിട്ടിട്ട് മോളിക്യൂൾ എടുക്കുക. നമ്മൾ പല മൂലകങ്ങളും ഈ പറയുന്ന മാതിരി സംയുക്തങ്ങളും തന്മാത്രകളായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ഇപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ അതൊക്കെ ദ്വയാറ്റോമിക് തന്മാത്ര, അതായത് ഡയാറ്റോമിക് മോളിക്യൂളായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഹൈഡ്രജൻ പ്രകൃതിയിൽ നിൽക്കുന്നത് H2 ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ രാസസൂത്രം നമ്മൾ കണ്ടു, H2. അപ്പോൾ അത് മോളിക്കുലാർ മാസ് 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും അറ്റോമിക് മാസുകളുടെ ആകത്തുകയുള്ള 1 1 2 ആണ്. ഓക്സിജനും അതുപോലെ O2 ആണ്, നൈട്രജൻ N2 ആണ് അല്ലേ. പിന്നെ സംയുക്തങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ജലം H2O, അമോണിയ NH3. എങ്ങനെ അവയുടെ മോളിക്കുലാർ മാസ് കാണാം? അവയിൽ എത്ര ആറ്റങ്ങളുണ്ടോ അവയുടെയൊക്കെ ആറ്റോമിക് മാസുകളുടെ ആകത്തുകയാണ് നമ്മൾ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ഒരു മൂലകത്തിൻ്റെ അറ്റോമിക് മാസ് എത്രയാണോ അത്രയും ഗ്രാം മൂലകത്തിനെ നമ്മൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന് വിളിച്ചു. അതേമാതിരി മോളിക്കുലാർ മാസിൻ്റെ തുല്യമായിട്ടുള്ള ഗ്രാം സബ്സ്റ്റൻസിനെ പദാർത്ഥത്തിന് പറയുന്ന പേര് ഗ്രാം മോളിക്കുലാർ മാസ് അഥവാ GM എന്നാണ്. അറ്റോമിക് മാസ് ഗ്രാമിൽ പ്രസ്താവിച്ച് കഴിഞ്ഞാൽ GAM എന്നും, മോളിക്കുലാർ മാസ് ഗ്രാമിൽ പ്രസ്താവിക്കുമ്പോൾ ഗ്രാം മോളിക്കുലാർ മാസ് GM എന്നും പറയുന്നു. അതിലും അടങ്ങിയിരിക്കുന്ന കണങ്ങളുടെ എണ്ണം ഇതേ അവഗാഡ്രോ നമ്പർ എണ്ണമായിരിക്കും. നോക്കൂ, ഹൈഡ്രജൻ മോളിക്കുലാർ മാസ് 2 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 GM, അതിൽ 6.022 ഇൻറ്റു 10⁻23 എണ്ണം ഹൈഡ്രജൻ തന്മാത്രകൾ അല്ലേ. അങ്ങനെ ഓരോന്നും കൃത്യമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകളെ നമുക്ക് 1 മോൾ തന്മാത്രകൾ എന്ന് വിളിക്കാം അല്ലേ. അതിനെ നമ്മൾ ഏറ്റവും ചുരുക്കിയിട്ട് നമ്മൾ പറയുന്ന സംഭവം അതാണ്. ഒരു പദസൂര്യനൊക്കെ വെച്ചിട്ട് നിങ്ങളതിൻ്റെ ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട്. 28 ഗ്രാം നൈട്രജൻ എന്ന് പറഞ്ഞാൽ നൈട്രജൻ N2ൻ്റെ മോളിക്കുലാർ മാസാണ് 28. അപ്പോൾ 1 GM നൈട്രജനാണ്. അതിൽ 6.022 ഇൻറ്റു 10⁻23 എണ്ണം തന്മാത്രകൾ, നൈട്രജൻ തന്മാത്രകളുണ്ട് ഇല്ലേ. അതിനെ 1 മോൾ നൈട്രജൻ തന്മാത്രകൾ എന്ന് വിളിക്കാം. ഇനി നൈട്രജൻ N2 ആയതുകൊണ്ട് അതിലെത്ര ആറ്റമുണ്ട്? ഒരു N2ൽ 2 നൈട്രജൻ ആറ്റമുണ്ട്. അപ്പോൾ 28 ഗ്രാം നൈട്രജനിൽ എത്ര തന്മാത്രകൾ അല്ലെങ്കിൽ ആറ്റങ്ങൾ ഉണ്ടാവും? ഈ പറഞ്ഞ അതിന് നമ്മൾ 2 ഇൻറ്റു
6.022 × 10⁻23 എണ്ണം നൈട്രജൻ ആറ്റങ്ങൾ ഉണ്ടാകും. അതിനെ 2 GaM നൈട്രജൻ എന്ന് വിളിക്കാം. 2 മോൾ നൈട്രജൻ ആറ്റം അതിലുണ്ടാവും. 1 മോൾ നൈട്രജൻ മോളിക്യൂൾ ഉണ്ടാവുമെങ്കിൽ 2 മോൾ നൈട്രജൻ ആറ്റങ്ങൾ അതിൽ ഉണ്ടായിരിക്കും. പഠിച്ചാണല്ലേ. ഇനി വാതകങ്ങളുടെ വ്യാപ്തവും മോളും തമ്മിലുള്ള ബന്ധം അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ വ്യാപ്തം വോളിയം അല്ലേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എന്താ, നമ്മൾ കുറേ ഗ്യാസുകൾ എടുക്കുന്നു, വാതകങ്ങൾ എടുക്കുന്നു. അവയൊക്കെ 1 മോൾ വീതമാണ് എടുക്കുന്നത് കരുതുക. അപ്പോൾ നോക്കൂ, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഈ 3 ഗ്യാസാണ് എടുക്കുന്നത് വിചാരിച്ചോ. ഹൈഡ്രജൻ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? H2 ആയിട്ട്. അതിൻ്റെ മോളാർ മാസ് എത്രയാണ്? 2. ഇപ്പോൾ 2 ഗ്രാം ഹൈഡ്രജൻ എടുക്കുന്നു. 1 മോൾ ഹൈഡ്രജൻ ആയില്ലേ. ഇനി ഓക്സിജൻ്റെ കേസിലോ 32 ആണ് അതിൻ്റെ മോളാർ മാസ്. 32 ഗ്രാം ഓക്സിജൻ കൃത്യമായി തൂക്കിയെടുക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് 44 ആണ്. 44 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 GMM കാർബൺ ഡൈ ഓക്സൈഡായി. അപ്പോൾ ഇവയൊക്കെ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? അവഗാഡ്രോ നമ്പർ അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഹൈഡ്രജനും 1 മോൾ വീതം എടുത്ത ഹൈഡ്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഒരു വേറെ കണ്ടെയ്നറിലെടുക്കുന്നു. അവയൊക്കെ ഒരേ ഊഷ്മാവിലും മർദ്ദത്തിലും നമ്മൾ സൂക്ഷിക്കുന്നു. അപ്പോൾ അവയുടെ വോളിയം അഥവാ വ്യാപ്തവും തുല്യമായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഐഡിയ. അതായത് മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ 1 മോൾ ഏത് വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. ഇതിനെ തന്മാത്രകളുടെ മോളാർ വോളിയം എന്ന് വിളിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് മർദ്ദവും ഊഷ്മാവും തുല്യമായി നിൽക്കുമ്പോൾ മാത്രമേ ആവുള്ളൂ അല്ലേ. അത് മാറിയാലോ അതിന് തുടർന്നുള്ള അളവുകളും മാറും. അപ്പോൾ നമ്മൾ 273 കെൽവിൻ താപനില, ഒരു അറ്റ്മോസ്ഫറിക് പ്രഷർ മർദ്ദം, ഇവയെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ് വിളിക്കുന്നത് എസ് ടി പിയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും 1 മോളിന് 22.4 ലിറ്റർ വ്യാപ്തമുണ്ടാകും അല്ലേ. ഇത് എസ് ടി പിയിലെ മോളാർ വ്യാപ്തം എന്നറിയപ്പെടുന്നു. എസ് ടി പിയിൽ 1 മോൾ ഹൈഡ്രജനോ നൈട്രജനോ കാർബൺ ഡൈ ഓക്സൈഡോ ഏതെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വ്യാപ്തി എത്രയാണ്? 22.4 ലിറ്റർ ആയിരിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളെ +1 ടോപ്പിക്കിലേക്ക് ഞാൻ കടക്കുകയാണ്. 1ാം ചാപ്റ്ററിൻ്റെ പേര് മാഷ് പറഞ്ഞു, സം ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി, അല്ലെങ്കിൽ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി അല്ലേ. NCERT ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ അധ്യായം. നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെ ഇംഗ്ലീഷിൽ പഠിക്കുന്നു, വേറെ ഒന്നും വ്യത്യാസമില്ല കേട്ടോ. ഓക്കെ. അറ്റോമിക് മാസ്, നമ്മൾ ആപേക്ഷിക അറ്റോമിക് മാസ് എന്ന് പഠിച്ചില്ലേ, അത് തന്നെ. ദ പ്രസൻറ്റ് സിസ്റ്റം ഓഫ് അറ്റോമിക് മാസസ് ഈസ് ബേസ്ഡ് ഓൺ കാർബൺ 12 ആസ് സ്റ്റാൻഡേർഡ് ആൻഡ് ഹാസ് ബീൻ അഗ്രീഡ് അപ്പോൺ ഇൻ 1961. 1961 തൊട്ട് കാർബൺ 12 എന്ന് പറയുന്ന അയാളുടെ ഇത് സ്റ്റാൻഡേർഡായിട്ട് എടുത്തുകൊണ്ടാണ് മറ്റുള്ളവയുടെ താരതമ്യം ചെയ്തിട്ട് എടുക്കുന്നത് പറഞ്ഞു ഇല്ലേ. കാർബണിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഐസോട്ടോപ്പാണ് കാർബൺ 12 എന്ന് പറയുന്നത്. 12 ഉള്ളത് അതിൻ്റെ അറ്റോമിക് മാസ് അല്ലേ. അപ്പോൾ അതിൽ കാർബൺ 12ൻ്റെ ഇറ്റ്സ് അസൈൻഡ് എ മാസ് ഓഫ് എക്സാക്ട്ലി 12 അറ്റോമിക് മാസ് യൂണിറ്റ്. അതായത് കാർബൺ 12ൻ്റെ മാസിന് നമ്മൾ 12 AMU അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു. ആൻഡ് മാസ് ഓഫ് ആൾ അതർ ആറ്റംസ് ആർ ഗിവൺ റിലേറ്റീവ് ടു ദിസ് സ്റ്റാൻഡേർഡ്. ഇതിൻ്റെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മറ്റുള്ളവയുടെ മാസ് എക്സ്പ്രസ് ചെയ്യുന്നത്. 1 അറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നിർവചിക്കുന്നു അല്ലേ. മാസ് എക്സാക്ട്ലി ഈക്വൽ ടു 1/12 ദ മാസ് ഓഫ് 1 കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ കാർബൺ 12ൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? AMU 12 AMU ആണെങ്കിൽ ഈ കാർബണിൻ്റെ 12 1/12 അല്ലേ, 1/12 മാസിൻ്റെ എത്ര മടങ്ങാണെന്നുള്ളതാണ് മറ്റുള്ളവയുടെ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ
കാർബണിൻ്റെ 1 അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1.66056 × 10⁻²4 ഗ്രാം എന്ന് കിട്ടുന്നു. അങ്ങനെയാണ് ഹൈഡ്രജൻ്റെ എത്ര വരും? ഹൈഡ്രജൻ്റെ യഥാർത്ഥ റിയൽ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് റിയൽ മാസ് തന്നെ 1.6736 × 10⁻²4 ആണ്. അതിനെ 1 AMU ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 1 AMU എന്ന് കിട്ടും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള റിലേറ്റീവ് അറ്റോമിക് മാസുകളാണ് നമ്മൾ സാധാരണയിൽ പറയുന്നത്. ഓക്സിജൻ്റെത് 15.995 AMU കിട്ടുന്നത്. അതിനാണ് നമ്മൾ 16 റൗണ്ട് ചെയ്തിട്ട് എടുക്കുന്നത്. AMUവിന് പകരം നമ്മൾ യൂണിഫൈഡ് മാസ് U എന്നും ഉപയോഗിക്കാറുണ്ട്. ആവറേജ് അറ്റോമിക് മാസ് ശരാശരി കാണേണ്ട ആവശ്യം എപ്പോഴാണ്? കാർബൺ പോലുള്ള എലമെൻസിൻ്റെ കേസിൽ അവയുടെ 3 ഐസോട്ടോപ്പുകളുണ്ട്. അവയുടെ അന്തരീക്ഷത്തിലുള്ള അവയുടെ അളവ് കാർബൺ 98.892 ആണെങ്കിൽ മറ്റുള്ളവയ്ക്കായാലും വളരെ കുറഞ്ഞേ വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ അവയുടെ അറ്റോമിക് മാസുകളൊക്കെ വ്യത്യസ്ത തരത്തിലാണ്. അവയുടെ ആവറേജ് അറ്റോമിക് മാസാണ് നമ്മൾ എടുക്കുന്നത്. ഇനി മോളിക്കുലാർ മാസ് നിങ്ങൾ പഠിച്ചില്ലേ? പഠിച്ചു അല്ലേ? മോളിക്കുലാർ മാസ് ഈസ് ദ സം ഓഫ് അറ്റോമിക് മാസസ് ഓഫ് ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിലുള്ള ആറ്റങ്ങളുടെ അറ്റോമിക് മാസുകളുടെ തുക, ആകെത്തുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. അപ്പോൾ മോളിക്കുലാർ മാസ് ഓഫ് മീഥെയിൻ നോക്കൂ, CH4, ഒരു Cl ഉള്ളത്. ഒരു കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12.011 U പ്ലസ് 4 ഹൈഡ്രജനിലെ 4 × 1.008 U ദറ്റ് ഈസ് ഈക്വൽ ടു 16.043 U. അതേമാതിരി വാട്ടറിൻ്റെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 18.02 U. ഇത് 10th പഠിച്ച അതേ കാര്യം തന്നെയാണ് അല്ലേ? കാൽക്കുലേറ്റ് ദ മോളിക്കുലാർ മാസ് ഓഫ് ദ ഫോളോയിങ്: വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, CH4. വാട്ടർ 2 × അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് 1 × അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 18.02 U എന്ന് കിട്ടും. കാർബൺ ഡൈ ഓക്സൈഡ് അതേ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാം, 44 എന്ന് കിട്ടും അല്ലേ? നിങ്ങൾ സ്വന്തം നില കണ്ടുപിടിക്കുക. നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനാണ്. കാൽക്കുലേറ്റ് ദ മോളിക്കുലാർ മാസ് ഓഫ് ഗ്ലൂക്കോസ്. 6 കാർബൺ, 12 ഹൈഡ്രജൻ, 6 ഓക്സിജൻ. കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ? ചെയ്ത് കാണിക്കണം കേട്ടോ. ഓക്കെ. ഇനി ഒരു അയോണിക് കോമ്പൗണ്ട് ആണെങ്കിൽ സോഡിയം ക്ലോറൈഡ് അല്ലേ? അവയുടെ കേസിലൊക്കെ നമ്മൾ മോളിക്കുലാർ മാസിന് പകരം ഫോർമുല മാസ് എന്നാണ് പറയാം. കാരണം സോഡിയം ക്ലോറൈഡ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളല്ല. അതിൽ Na+ അയോണും Cl- അയോണും ചേർന്നാണ് NaCl എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല. 1 ഫോർമുല മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് പറഞ്ഞാൽ അറ്റോമിക് മാസ് ഓഫ് സോഡിയം പ്ലസ് അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ തന്നെയാണ് 23 + 35.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 58.5 U. അതിന് മോളിക്കുലാർ മാസ് എന്നതിന് പകരം ഫോർമുല മാസ് വിളിക്കുന്നു മാത്രം അല്ലേ? നേരത്തെ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞ കാര്യം ഇംഗ്ലീഷിലും മാഷ് പറയാം. എന്താ? ഗ്രാം അറ്റോമിക് മാസ്. ദ അറ്റോമിക് മാസ് ഓഫ് എൻ എലമെൻറ്റ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കോൾഡ് GAM or gram atom. 1 GAM of oxygen equal to 16 gram. 1 GAM of hydrogen equal to 1 gram. ഇല്ലേ? അതുമാതിരി ഗ്രാം മോളിക്കുലാർ മാസ് നമ്മൾ പഠിച്ചു, GMM. മോളിക്കുലാർ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് കോൾഡ് GMM എന്ന് പറഞ്ഞാൽ ഇൻ ദ കേസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് GMM ഈസ് 44 gram. ദെൻ മോൾ കൺസെപ്റ്റിലേക്ക് നമ്മൾ പോയി അല്ലേ? നേരത്തെ പറഞ്ഞു 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ്. ഒരു സ്കോർ 1 സ്കോർ എന്ന് പറഞ്ഞാൽ 20 എണ്ണമാണ്. 1 ഗ്രോസ് എന്ന് പറഞ്ഞാൽ 144 എണ്ണമാണെങ്കിൽ 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് മൈക്രോസ്കോപ്പിക് ലെവൽ ആറ്റം, മോളിക്യൂള്, ഇലക്ട്രോണ്, അയോണ് അവയുടെയൊക്കെ എണ്ണം പ്രസ്താവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. SI സിസ്റ്റത്തിൽ മോൾ അല്ലേ? അപ്പോൾ അതിൻ്റെ സിമ്പൽ MOL, E കുറവാണ് കേട്ടോ. ദ നമ്പർ ഓഫ് എൻടൈറ്റീസ് ഇൻ 1 mole is so important and a separate name given symbol അവഗാഡ്രോ കോൺസ്റ്റൻറ്റ് Na എന്നാണ് സൂചിപ്പിക്കുന്നത്. അമീഡിയോ അവഗാഡ്രോയുടെ ബഹുമാനാർത്ഥം കൊടുത്താണ്. എന്താ 1 mole പറഞ്ഞാൽ? ചുരുക്കി പറഞ്ഞാൽ
6.022 ചുരുക്കിയിട്ട് നമ്മൾ ഒന്നും കൂടി 6.02 എന്ന് മാത്രം എഴുതാറുണ്ട്. 6.022 ഇൻറ്റു 10⁻23 തിങ്സ്. ആറ്റമോ മോളിക്യൂളോ അയോണോ കാറോ ബസ്സോ ജീപ്പോ എന്തോ ആയിക്കോട്ടെ 6.02 ഇൻറ്റു 10⁻23 എണ്ണത്തിനെയാണ് 1 മോൾ എന്ന് വിളിക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ എന്ന് വിളിക്കുന്നത്. നോക്കൂ എത്ര വലിയ സംഖ്യയാണിതെന്ന് അല്ലേ. 6.022 കഴിഞ്ഞിട്ട് 21 പൂജ്യം 602 കഴിഞ്ഞിട്ട് 21 പൂജ്യം ഇട്ട ഒരു സംഖ്യയാണ്. അത്രയും വലിയൊരു സംഖ്യയാണ്. 1 മോൾ കാർബൺ 6.022 ഇൻറ്റു 10⁻23 കാർബൺ അറ്റം. 1 മോൾ അലൂമിനിയം, 1 മോൾ സൾഫർ, 1 മോൾ വാട്ടർ എന്ന് പറഞ്ഞാലോ 6.02 ഇൻറ്റു 10⁻23 H2O മോളിക്യൂൾസ്. 1 മോൾ CCl4 6.02 ഇൻറ്റു 10⁻23 CCl4 മോളിക്യൂൾസ്. മുമ്പേ പഠിച്ച കാർബൺ, ഹൈഡ്രജൻ അല്ലേ, ഓക്സിജൻ, അലൂമിനിയം, സിലിക്കൺ, ഗോൾഡ് എലമെൻറ്റുകൾ എടുക്കുന്നു, മൂലകങ്ങൾ എടുക്കുന്നു. അവയുടെ ആറ്റോമിക് മാസുകൾ നമ്മൾ എടുക്കുന്നു, അത് ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അത് തന്നെയാണെന്ത് GAM. Mass of 1 mole of atoms of any element in gram is called gram atomic mass. 1 mole of atom എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു അല്ലെങ്കിൽ 23 ഇൻറ്റു 10⁻23 atoms, that is GAM, 1 GAM of the element. ക്ലിയർ ആണല്ലോ ഇതിൽ? ഓക്കെ, നോക്കുക. അവഗാഡ്രോ നമ്പർ വീണ്ടും ധാരാളം എക്സാമ്പിൾ തരാണ്. സാമ്പിൾ വായിച്ചു നോക്കൂ ഇല്ലേ. ഒരു ക്വസ്റ്റ്യൻ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിക്കാം. ഇൻ 3 മോൾസ് ഓഫ് ഈഥൈൻ കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. ഈഥൈൻ എന്ന് പറഞ്ഞാൽ C2H6. അതിൽ എത്ര മോൾ കാർബൺ ആറ്റം ഉണ്ട്, എത്ര മോൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, എത്ര മോളിക്യൂൾ ഈഥൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ 1 മോൾ ഓഫ് C2H6ൽ 2 മോൾസ് ഓഫ് കാർബൺ ആറ്റം ഉണ്ട്. കാരണം എന്താ, C2H6 ആണ്. ഒരു C2H6ൽ 2 കാർബൺ ഉള്ളതുകൊണ്ട് 1 മോൾ C2H6ൽ 2 മോൾ കാർബൺ ആറ്റം ഉണ്ടാവും ഇല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്, 3 മോൾ C2H6ൽ ഉണ്ടാവും. 2 ഇൻറ്റു 3 6 മോൾ കാർബൺ ആറ്റംസ് ഉണ്ടാവും അല്ലേ. ഇനി 1 മോൾ C2H6ൽ 6 മോൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 6 അല്ലേ. Therefore number of moles of carbon atoms in 3 moles of C2H6 3 into 6 18. Then 1 mole of C2H6ൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് ഈഥൈൻ ആണുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 മോൾ C2H6ൽ എത്ര മോളിക്യൂൾ ഉണ്ടാവും? 3 ഇൻറ്റു 6.023 ഇൻറ്റു 10⁻23 എണ്ണം, അതായത് 18.069 ടു 10⁻23 എണ്ണം ഈഥൈൻ മോളിക്യൂളുകൾ ഉണ്ടാവും. ഓക്കെ അല്ലേ. പിന്നെ മറ്റൊന്ന് മലയാളത്തിൽ പഠിച്ച അതേ കാര്യം ഇംഗ്ലീഷ് പഠിക്കുകയാണ്. എന്താണ്, ദ മോളാർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് മെഷേർഡ് അറ്റ് STP ഈസ് 22.4 ലിറ്റേഴ്സ് ഫോർ 1 മോൾ ഓഫ് എനി ഗ്യാസ്. ഏത് 1 മോൾ ഓഫ് എനി ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ, ഏത് ഗ്യാസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ STP അതിൻ്റെ വോളിയം 22.4 ലിറ്റർ ആയിരിക്കും. അതിനെയാണ് മോളാർ വോളിയം എന്ന് വിളിക്കുന്നത്. STP ടെമ്പറേച്ചർ 273 കെൽവിൻ, അഥവാ കൃത്യമായി പറഞ്ഞ 273.15 കെൽവിൻ, 0 ഡിഗ്രി സെൽഷ്യസ്, 1 അറ്റ്മോസ്ഫിയർ. ഇനി നമുക്ക് പലപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് സംശയം തോന്നിയാണ്, നമ്പർ ഓഫ് മോൾസ് എന്നും മാസ് ഇൻ ഗ്രാമും മോളാർ മാസ് തരികയാണെങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഈ മോളാർ മാസ് ട്രയാങ്കിൾ വെച്ച് കണ്ടുപിടിക്കാം. ഈ ട്രയാങ്കിളിനെ നമ്മൾ ഏകദേശം ഒരു 3 പാർട്ടാക്കി നമ്മൾ തിരിച്ചിട്ട് 3 സെഗ്മെൻറ്റ്സ് ആയി തിരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക അതിൻ്റെ സ്ഥാനം. ഏറ്റവും മേലെ വെയ്റ്റ് ഇൻ ഗ്രാം, മാസ് ഇൻ ഗ്രാം, താഴെ ഇടത്ത് നമ്പർ ഓഫ് മോൾസ്, വലത്തേൽ സെഗ്മെൻറ്റിൽ മോളാർ മാസ്. നമ്മൾ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ ഫിംഗർ കൊണ്ട് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഗ്രാം നമ്മൾ മേലെയുള്ള വെയ്റ്റ് ഇൻ ഗ്രാം അല്ലെങ്കിൽ മാസ് ഇൻ ഗ്രാം ഓഫ് എ സബ്സ്റ്റൻസ് കണ്ടുപിടിക്കണം. അത് ക്ലോസ് ചെയ്യാം, മറച്ചു വെക്കുക.
അപ്പോൾ എന്താണ് മാസ് ഇൻ ഗ്രാം ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ് എന്ന് വെച്ച് ചെയ്യാം. ഇനി നമ്പർ ഓഫ് മോൾസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ആ മോൾസ് എന്ന് പറയുന്ന ആ എഴുതിയത് നമ്മൾ കവർ ചെയ്ത് വെക്കുക. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? വെയിറ്റ് ഇൻ ഗ്രാം മേലെ കണ്ടല്ലോ, താഴെയല്ലേ മോളാർ മാസ്, അപ്പോൾ ഹരിക്കണം എന്ന് വിചാരിക്കുക. വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇനി മോളാർ മാസാന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലോ അത് നമ്മൾ കൈകൊണ്ട് ക്ലോസ് ചെയ്യാം. അപ്പോഴോ ഗ്രാംസ് വെയിറ്റ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോൾസ് ചെയ്ത് കഴിഞ്ഞാൽ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. മുകളിലും താഴെയും വരുമ്പോൾ ഡിവൈഡഡ് ബൈ എന്നും നേരെ വരുമ്പോൾ ഇൻറ്റു എന്നും വിചാരിക്കാം. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കൺവേർഷനും ചെയ്യാം, ഏത് മാറ്റങ്ങളും നടത്താം. പിന്നെ ഈ ഒരു ഡയഗ്രം നോക്കി വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്. നോക്കൂ, ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് പോവാം. നമുക്ക് ഗ്രാമിൽ മാസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മോളാർ മാസ് കൊണ്ട് ഹരിച്ചാൽ നമ്പർ ഓഫ് മോൾസായി. നമ്പർ ഓഫ് മോൾസിനെ മോളാർ മാസ് കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ മാസ് ഇൻ ഗ്രാമായി. എത്ര പാർട്ടിക്കിൾ ഉണ്ടെന്ന് തന്നു കഴിഞ്ഞാൽ അതിന് അവഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അത്രയും മോൾസായി. അതിന് അവഗാഡ്രോ നമ്പർ കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിളായി. എത്ര കണങ്ങളുണ്ട് കിട്ടും. വോളിയം മറ്റ് STP തന്നിട്ടുണ്ടെങ്കിൽ അതിന് 22.4 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ മോൾസും 22.4 കൊണ്ട് ഗുണിച്ചാൽ തിരിച്ച് പഴയപടി വോളിയം അറ്റ് STPയും കിട്ടും. ഇത് ഓർത്ത് വെക്കുന്നത്, ഈ ഫ്ലോ ചാർട്ട് നോക്കി വെക്കുന്നത് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് പ്രോബ്ലം എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ സഹായിക്കും. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം ഇൻ ഗ്രാം? കാർബൺ 12 ആറ്റത്തിൻ്റെ ഗ്രാമിലുള്ള വെയിറ്റ് കണ്ടുപിടിക്കണം. 1 മോൾ കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ എത്രയാ? 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഓഫ് കാർബൺ. അത് എന്ന് പറഞ്ഞാൽ എത്രയാ? 1 GAM, അതായത് 12 ഗ്രാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് 1 കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ഗ്രാം ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ അല്ലേ. കണ്ടുപിടിക്കും. ധാരാളം പ്രോബ്ലം ഉണ്ട്. ഇനി മാസ്റ്റർ അസൈൻമെൻ്റ് തരാണ്, ഒരു ടേബിളാണ്. ആ ടേബിള് നിങ്ങൾ നോക്കിയിട്ട് അതിൽ ബ്ലാങ്ക് ഉള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ ആൻസർ ഫില്ല് ചെയ്തിട്ട് മാഷക്ക് കാണിച്ചു തരണം. നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം. ശരിയല്ലോ? നോക്കൂ, ഒരു കോളത്തിൽ മാസ് ഓർ വോളിയം ഓഫ് ദ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിൽ കള്ളിയിൽ നമ്പർ ഓഫ് മോൾസ്, മൂന്നാമത്തെ കള്ളിയിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലെല്ലാം ബ്ലാങ്ക് ഇട്ടിട്ട് കാണുന്നുണ്ട് കാലിയായിട്ട്. അവിടെ നിങ്ങൾ വേണ്ട രീതിയിൽ ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കാണിച്ചു തരിക. ശരിയല്ലോ? ഓക്കെ, ബാക്കി നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം. താങ്ക് യു.